സജിമോൻ ആന്റണി നേരത്തെ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട് ആ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം അത് ഇപ്പോൾ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന് മറുപടിയുമായി ലോകരാജ്യങ്ങളടക്കം എത്തുന്ന സാഹചര്യമുണ്ട്. ഹമാസ് നൽകിയ മറുപടിയുണ്ട്. ഇതിനിടയിലാണ് ഇതേ വിഷയത്തിൽ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്നടക്കം ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം നീക്കങ്ങളോടുള്ള ഒരു പൊതുവികാരം എന്താണ്? അഭിലാഷ്, തീർച്ചയായിട്ടും ഈ ഒരു ഫൈറ്റ് വളരെ സങ്കീർണതയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുമ്പം ഏകദേശം 7 യുദ്ധങ്ങളാണ് 1948 ശേഷം ഇന്ന് വരെ ആ റീജിയനിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനകം തന്നെ ഈ 2023 ഒക്ടോബർ 7 നടന്ന ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിനകത്ത് ഏകദേശം 48,306 ജീവനാണ് പൊലിഞ്ഞത്. അതിൽ 46,600 പേര് പലസ്തീൻ ഭാഗത്തു നിന്നും 1,700-ലധികം ആൾക്കാർ ഇസ്രായേലിൽ നിന്നുമാണ്, ഇൻക്ലൂഡിംഗ് 166 ജേർണലിസ്റ്റും ഉണ്ടെന്നുകൂടെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ട്രംപ് ഇതുവരെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇതുവരെ എടുത്ത ഒരു സ്റ്റാൻഡിൽ നിന്നും അല്പം കൂടെ മുന്നേറ്റ് വളരെ അഗ്രസീവായിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ പറഞ്ഞിരുന്നത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ഇസ്രായേലും ഹമാസും അല്ലെ പാലസ്തീനുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി ബന്ധുക്കളെ മോചിപ്പിച്ച് ഇത് വൈൻഡ് അപ്പ് ചെയ്യുക എന്നുള്ള ഒരു ടാർഗറ്റിലായിരുന്നുവെങ്കിൽ ഇപ്പം പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഗാസ ഞങ്ങൾ എടുത്തിട്ട് അതിനെ ക്ലീനപ്പ് ചെയ്യാം, ക്ലീനപ്പ് ചെയ്തിട്ട് അതിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ മാർബലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റാം, പ്രൊവൈഡഡ് ജോർദാനും ഈജിപ്തും അമേരിക്കയുടെ ഈ ഒരു സ്ട്രാറ്റജിയോട് സഹകരിക്കണം, പാലസ്തീൻ ഗാസയിലുള്ള ആൾക്കാരെ അവരെ ഏറ്റെടുക്കാനായിട്ട് അവർ വിസമ്മതിക്കുന്നു. എന്നാൽ ഇപ്പം ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കിങ് അബ്ദുള്ള, ജോർദാന്റെ കിങ് അമേരിക്കയിലുണ്ട്. ഇപ്പം പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇന്നലെ രാത്രിയും ഇപ്പോഴും ഒക്കെ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഒരു സംസാരം എന്ന് പറയുന്നത് ഇവിടുന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോകുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ജോർദനും അതുപോലെ ഈജിപ്തും കേട്ടില്ല എങ്കിൽ ഇവിടുന്നുള്ള എയ്ഡ് അല്ലെങ്കിൽ മിലിറ്ററി ഹെൽപ്പുകളും കാര്യങ്ങളും അമേരിക്ക മേ ബി വിഡ്രോ ചെയ്തതിനെ പറ്റി ആലോചിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ഭീഷണിയിലുള്ള സംസാരങ്ങളാണ് നടക്കുന്നതാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അഭിലാഷ് നേരത്തെ പറഞ്ഞു പോണെങ്കിൽ തന്നെ അറബ് മേഖലകളിലുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ ഈവൻ അമേരിക്കയുടെ മിത്രങ്ങളായ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഈ ഐഡിയയെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സംസാരം ഇതാണ്, കഴിഞ്ഞ 50-60 വർഷമായിട്ട് നിങ്ങൾ എല്ലാവരും പല ഐഡിയയിലും ട്രൈ ചെയ്തു, അതൊക്കെ 6-7 യുദ്ധങ്ങളിൽ കലാശിച്ചല്ലാണ്ട് ഒരു പെർമനന്റ് പീസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ തന്നെ വരട്ടെ. അങ്ങനെയാണല്ലോ ശ്രീ സജിമോൻ ആന്റണി, നമ്മൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ താങ്കളടക്കം ആ പാനലിൽ പലപ്പോഴായി പങ്കെടുത്ത് സംസാരിച്ചതാണ്. നമ്മൾ ഓർത്തെടുത്തത് ഈ ട്രംപിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു. ആ കാലഘട്ടത്തിലടക്കം ലോകത്ത് വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല, വലിയ പോരുകൾ ഉണ്ടായിട്ടില്ല, യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളവും ഒരു തെരഞ്ഞെടുപ്പിൽ ക്രെഡിറ്റായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം സൂചിപ്പിച്ച ഒന്നാണ്. ഇവിടെ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം വേണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യം അതിന് ശ്രമിച്ചാൽ അത് പ്രാവർത്തികമാക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? ഒരുപക്ഷെ കഴിഞ്ഞ ട്രംപിന്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ട്രംപിന്റെ കടുത്ത നിലപാടുകൾ അത് വീണ്ടും ഏറ്റുമുട്ടലുകൾക്ക് വഴിതെളിക്കുന്ന ഒരു സാഹചര്യമാണോ സൃഷ്ടിക്കാൻ പോകുന്നത്? അഭിലാഷ്, ഇത് കഴിഞ്ഞ 2016-20 നിന്ന് വ്യത്യസ്തമായിട്ട് 2024 നമ്മൾ നോക്കുമ്പം കുറേയധികം അനുകൂലമായ കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺസ് ഉണ്ട് ട്രംപിന് ഇങ്ങനെ ഒരു അഗ്രസീവ് പോസ്റ്റർ എടുക്കാനായിട്ട്. ഒന്ന്, ഇതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ ആണ്. ഇതുവരെ ആരെയും ചിന്തിക്കാത്ത ഒരു ഐഡിയ ആണ്. ഗാസ് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ക്ലീനപ്പ് ആയി ചെയ്തിട്ട് വേണ്ടത് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ടോട്ടലി അത് ഇതുവരെ പറഞ്ഞ എല്ലാ ഐഡിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണമാണ്, ഈവൻ ദോ ഇറ്റ് ഈസ് റിസ്കി. രണ്ടാമത്തേത്, ഇവിടെയുള്ള ഒരു ഇപ്പൊ ഈ വരുന്ന സാറ്റർഡേയിൽ ഇതോടുകൂടി പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു അന്ത്യശാസനം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഹമാസ് പുറകോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഹമാസ് പറയുന്ന റീസൺ ഇസ്രായേൽ അവരുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പിന്നെ മൂന്നാമത്തേത്, ആ ഒരു റീജിയണിൽ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെയധികം ശിഥിലമായി കഴിഞ്ഞിരുന്നു, റെജിം ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്ലസ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 1.5 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പൊക്കെ പറയുമ്പോൾ ചിലന്തി വലകളെ പോലെ ടണലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമായിരുന്നു, ഹമാസ് അതുപോലെയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് അതൊക്കെ ശിഥിലമായ ആ റീജിയൻ തന്നെ വളരെയധികം ഡെലിക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ 2
ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, അതായത് ബെഞ്ചമിൻ നെതന്യാഹു എക്സ്ട്രീം റൈറ്റ് ഫിലോസഫി ഉള്ള ഇസ്രായേൽ ലീഡറും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ അല്ലെ എക്സ്ട്രീം റൈറ്റ് ഫിലോസഫി ഉള്ള ട്രംപും കൂടെ യോജിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവർ രണ്ടുപേരും ഒരു യോജിപ്പുണ്ട്. ഈവൻ അമേരിക്ക ഇലക്ഷന് മുമ്പ് തന്നെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു, ഇസ്രായേലിന് വേണ്ടത് ബൈഡൻ അല്ലെ കമലാ ഹാരിസ് തോക്കണം, ട്രംപ് ആണ് വേണ്ടത്, കാരണം ദേ ഡോണ്ട് ലൈക്ക് ഈച്ച് അതർ, ഒരു പേഴ്സണൽ കെമിസ്ട്രി അവർ തമ്മിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈ പറഞ്ഞ സന്ധി സംഭാഷണവും ഡീലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇലക്ഷൻ കഴിയാൻ വേണ്ടി എന്നുള്ള ഒരു സംസാരം വരെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതിനുശേഷമുള്ളത് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ട്രംപ് പറയുന്നത് അല്ലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്, യു കം വിത്ത് യുവർ പ്ലാൻ, ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ ദെൻ യു ഹാവ് ടു അക്സെപ്റ്റ് മൈ പ്ലാൻ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം അവിടുന്ന് വരുമ്പം ജോർദാനും അല്ലെങ്കിൽ ഈജിപ്തും അല്ലെങ്കിൽ ഇസ്രായേൽ അവർ പറയുന്നത് അവരുടെ ഭാഗത്തേക്ക് ഈ ഒരു ഗാസയിലുള്ള പലസ്തീൻസിനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് മാത്രം പറഞ്ഞവർ നിർത്തുകയാണ്, ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഒരു അഗ്രസീവ് പോസ്റ്റർ എടുക്കുന്നത്. ഇന്നും ഈ 1.5 ദിവസമായിട്ട് ജോർദാന്റെ കിങ്, ഇതിനു മുമ്പ് ഈജിപ്ഷ്യൻ ലീഡേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ദിശ കാണിക്കുന്നത് വളരെയധികം അഗ്രസീവായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഐഡിയോളജി പുഷ് ചെയ്യുന്നുണ്ട്, ജോർദാനെയും ഈജിപ്തിനെയും അക്സെപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അമേരിക്കയുടെ ഈ ഒരു സ്ട്രാറ്റജി ഇവിടെ നടപ്പാക്കാൻ സാധ്യതയുള്ളൂ. അമേരിക്ക പറയുന്നത് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് അത് മാത്രമായിരിക്കും ഇവിടെയുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ. കാരണം 1948 മുതൽ 7 യുദ്ധങ്ങൾ, 48, 56, 67, 73, 82, പിന്നെ 2006, അതിനുശേഷം 2023 ഒക്ടോബർ 7 തൊട്ട് ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഫെബ്രുവരി 11 വരെ ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ